ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് BEGE 143 അണ്ടർസ്റ്റാൻഡിങ് പോയട്രി എന്ന് പറയുന്ന ബുക്കാണ്. ഇതിൽ ആദ്യത്തെ യൂണിറ്റായിട്ടുള്ള ബ്രിട്ടീഷ് പോയട്രി ബ്ലോക്ക് 1 ബ്രിട്ടീഷ് പോയട്രി, അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റായിട്ടുള്ള പോയട്രി ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ബുക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എന്താണ് പോയട്രി എന്നറിയണം. പോയട്രി എന്താണെന്ന് അറിയാൻ നമ്മൾ പ്രോസുമായിട്ടായിരുന്നു കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് പോയട്രി എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ പോയട്രി ലൈക്ക് എ ഡാൻസ് ആണെന്ന് പറഞ്ഞു, പിന്നെ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആണെന്ന് പറഞ്ഞു. കോമൺ വേർഡ്സ് ആയിരിക്കില്ല, അവിടെ വെക്കാബുലറീസ് യൂസ് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ലാംഗ്വേജസും നമുക്ക് കോമൺ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കില്ല. പിന്നെ അവിടെ റിത്തം ഉണ്ടാവും, മീറ്റർ സ്ട്രക്ചർ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടാവും, ഇൻക്ലൂഡിങ് ആസ്തറ്റിക് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇമോഷണൽ ടോണാണ്. എക്സ്പ്ലോർ ഇമോഷൻസ്, ഐഡിയാസ് ആൻഡ് എക്സ്പീരിയൻസ് എയിമിങ് ടു ഇവോക്ക് ഫീലിങ്സ് ആൻഡ് കണക്ഷൻ ടു ദ റീഡേഴ്സ്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസും ഇമോഷൻസും ഫീലിങ്സും ഒക്കെ റീഡേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് പോയട്രിയുടെ ഒരു തീം. സോ ഇതാണ് പോയട്രി എന്ന് ആദ്യം അറിഞ്ഞു വയ്ക്കുക. ഇനി പോയട്രി എന്താണെന്ന് അറിഞ്ഞു നമ്മൾ ഇനി നമുക്കറിയാനുള്ളത്, ഇതിൻ്റെ ഈ ഒരു ബുക്കിലേക്ക് പോകുന്നതിൻ്റെ ആദ്യം തന്നെ നമ്മൾ ഒരു ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ ഹിസ്റ്ററി നന്നായി അറിഞ്ഞു വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പേപ്പർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇടയിൽ വരുന്ന ചില വേർഡ്സൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പീരീഡ്സ് വരുമ്പോൾ ഇതെപ്പോഴാണ് ഏതാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പോയട്രിയുടെ പീരീഡ്സ് അല്ലെങ്കിൽ എല്ലാ ബ്രിട്ടീഷിൻ്റെ പീരീഡ്സുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡാണ്. അത് ഏകദേശം 4450 ടു 1150 കാലഘട്ടത്തിനെയാണ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് എന്ന് പറയുന്നത്. അവിടെ ഹീറോയിക് ആൻഡ് റിലീജിയസ് പോയട്രി ആയിരുന്നു പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക, നമുക്ക് ഈ ഒരു ബുക്കിൽ 17th സെഞ്ച്വറി മുതലുള്ള ഒരു പോയട്രിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ അതിന് മുന്നുള്ള ഏജസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ഉണ്ടായിരുന്നു ഫസ്റ്റ് വൺ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ആണ്. അത് ഏകദേശം 1150 മുതൽ 1500 വരെയാണ് ഈ ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിലാണ് ചോസറിൻ്റെ ദ കാൻറ്റർബറി ടെയിൽസ് ഒക്കെ എക്സാമ്പിളായിട്ട് വരുന്നത്. ആ ഒരു ടൈമിലാണ് അവിടെ കോൺട്രി ലവ് ആൻഡ് അലിഗറിക്കായിരുന്നു ഇമ്പോർട്ടൻസ്. ഇപ്പോൾ മിഡിൽ ഇംഗ്ലീഷ് പീരീഡിൽ അവിടെയാണ് ഈ ഒരു ലിറ്ററേച്ചറിൻ്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഏത് ടൈമിലാണ്? മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലാണ്. അതുപോലെ റിലീജിയസ് ഇംഗ്ലീഷ് പോയട്രി ആണെന്ന് പറഞ്ഞു. തേർഡ് വൺ ആണ് റിനൈസൻസ് പീരീഡ്. റിനൈസൻസ് പീരീഡാണ് തേർഡ് വൺ ആയിട്ട് വരുന്നത്. ഇതുപോലെ എന്താ പറയുന്നത്, 1500 മുതൽ 1650 വരെയുള്ള കാലഘട്ടങ്ങളെയാണ് ഈ ഒരു റിനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു റിനൈസൻസ് പീരീഡിൽ ഏകദേശം അതിനെ 4 ആക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് വൺ ഈസ് എലിസബത്തിയൻ ഏജ്, പിന്നെ വന്നിട്ട് കരോലിയൻ ഏജ്, ജാക്കോബിയൻ ഏജ്, കോമൺവെൽത്ത് ഏജ്. സോ ഫസ്റ്റ് വൺ എലിസബത്തിയൻ ഏജ് 1500 മുതൽ 1600 വരെയാണ്. പിന്നെ ജാക്കോബിയൻ ഏജ് ജെയിംസ് ഫസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ 17th സെഞ്ച്വറിയാണ്. പിന്നെ കരോലിയൻ ഏജ് 1625 മുതൽ 1650 വരെ ചാൾസ് ഫസ്റ്റിൻ്റെ കാലഘട്ടമാണ്. പിന്നെ ഫോർത്ത് വൺ വരുന്നതാണ് കോമൺവെൽത്ത് ഏജ്, ഇൻക്ലൂഡിങ് ഷേക്സ്പിയർ, സ്പെൻസർ, ഡോൺ ഇവരൊക്കെയാണ് ആ ഒരു സമയത്തെ പോയറ്റ്സ്. ഇനി നമ്മൾ ഫോർത്ത് വൺ ആയിട്ട് വരുന്നത് നിയോ ക്ലാസിക്കൽ പീരീഡാണ്. ഏകദേശം 1660 മുതൽ 1780 വരെയാണ് നിയോ ക്ലാസിക്കൽ പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിലും 2 പീരീഡ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് റെസ്റ്റോറേഷൻ പീരീഡ് ആൻഡ് ഓഗസ്റ്റ്യൻ ഏജ്. റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് റീസ്റ്റോർ ചെയ്യുന്ന ഒരു പാർലമെൻറ്റ് ഒന്നായി പ്യൂരിറ്റൻസ്, ഒലിവ് കിങ്ങിൻ്റെ ഒക്കെ ആ സിവിൽ വാറും 1550 പ്യൂരിറ്റൻ ഏജ് ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഈ റിനൈസൻസ് പീരീഡിൽ കരോലിൻ ഏജ് എന്ന് പറയുന്നത് വളരെ മോശ ഭരണമായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്യൂരിറ്റൻസിൻ്റെ ഭരണം വന്നു. അതിനുശേഷം ആ ഒരു ടൈമിൽ ആദ്യത്തെ രാജാക്കന്മാരൊക്കെ പുകഴ്ത്തിപ്പാടലും അത്തരത്തിലുള്ള പോയട്രീസ് മാത്രം ഉണ്ടായിരുന്ന
പോകുന്ന ഈ ഒരു സമയത്ത് പ്യൂരിറ്റൻസ് വന്ന് ഭരിക്കുകയും ഈ തിയേറ്റേഴ്സ് ഒഴിവാക്കുകയും അതുപോലെ ഈ വാഴ്ത്തിയിട്ടുള്ള പോയട്രീസൊക്കെ ഒഴിവാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ നിയോ ക്ലാസിക്കൽ പീരീഡിൽ ആ ഒരു പ്രോബ്ലംസിൻ്റെ ഒക്കെ ഒരു റിസ്റ്റോറേഷൻ ആയിട്ടുള്ള ഒരു പീരീഡായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇവിടെ റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓൾസോ ആൻഡ് സെക്കൻഡ് വൺ ഓഫ് നിയോ ക്ലാസിക്കൽ പീരീഡ് ഈസ് ഓഗസ്റ്റ്യൻ ഏജ്. ഓഗസ്റ്റ്യൻ ഏജ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഓഗസ്റ്റ്യൻ ഏജിനെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷനിൽ തന്നെ ഓഗസ്റ്റ്യൻ ഏജിലെ പോയട്രി എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ഈ ഓഗസ്റ്റ്യൻ ഏജ് നമ്മൾ അവിടെ പറയുമ്പോൾ നിയോ ക്ലാസിക്കൽ ഏജിലാണ് ഈ ഓഗസ്റ്റ്യൻ ഏജ് വരുന്നതും അത് 4th ഏജ് പീരീഡാണ് എന്നും നമ്മൾക്ക് അപ്പോൾ മനസ്സിലാവണം. ഇപ്പം തന്നെ നമ്മളിത് മൈൻഡിൽ കയറ്റി വെക്കുക. ഓഗസ്റ്റ്യൻ്റെ പോയട്രിയുടെ കാലഘട്ടം ആയതുകൊണ്ടല്ല അവിടെ ഓഗസ്റ്റ്യൻ ഏജ് എന്ന് പറയുന്നത്. ആക്ച്വലി റോമൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ ഒരു ആളുടെ പേര് അങ്ങനെ വന്നു. അങ്ങനെയാണ് ഓഗസ്റ്റ്യൻ ഏജ് എന്ന് പറയുന്നത്. പിന്നെ ഏജ് ഓഫ് സെൻസിബിലിറ്റി 3rd വൺ അങ്ങനെയും വരുന്നുണ്ട് ഏത് നിയോ ക്ലാസിക്കൽ പീരീഡിൽ. അത് അത്ര നമുക്ക് മെൻഷൻ ചെയ്യാനില്ല ടെക്സ്റ്റ് ബുക്കിൽ. ആൻഡ് 5th വൺ ഈസ് റൊമാൻറ്റിക് പീരീഡ്. റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ആയിരിക്കും അല്ലേ, ലവ് കെയർ. പക്ഷെ അങ്ങനെയല്ല. റൊമാൻറ്റിക് പീരീഡ് എന്ന് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോമൺ ലാംഗ്വേജ് ആയിരുന്നു. അതിന് മുന്നേ വരെയൊക്കെ എന്തുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ ഒരു പോയറ്റിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു റൊമാൻറ്റിക് പീരീഡിന് ഫ്രീഡം കിട്ടി ആർക്ക്, റൈറ്റേഴ്സിന്. അതുപോലെ ഇമാജിനേഷൻ ആയിരുന്നു കൂടുതൽ, കോമൺ ലാംഗ്വേജ് ആണ്. ഇത്രയേ ഉള്ളൂ എന്തിൽ, റൊമാൻറ്റിക് പീരീഡിൽ. ആൻഡ് വിക്ടോറിയൻ ഏജിൽ ക്വീൻ വിക്ടോറിയയുടെ ഏജാണ്. ബെസ്റ്റ് റൂൾ ഓൺ ഇംഗ്ലണ്ട് ആണ്. അത് ഏകദേശം 1830 മുതൽ 1900 വരെയുള്ള കാലഘട്ടങ്ങളാണ്. സോ നമ്മൾ എവിടുന്ന് തുടങ്ങി, നിയോ ക്ലാസിക്കൽ ഏജിൽ നിന്ന് 17th CE തുടങ്ങി കേട്ടോ. അവിടെ നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ബുക്ക് ഫുള്ള് ഒരു 17th സെഞ്ച്വറി മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ നിയോ ക്ലാസിക്കൽ ഏജ് മുതലാണ് നമ്മൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആൻഡ് എഡ്വിൻ പീരീഡ് വേൾഡ് വാറിൻ്റെ ഒരു പീരീഡായിരുന്നു. അത് കഴിഞ്ഞ് 8th വരുന്നത് ജോർജിയൻ പീരീഡാണ്. അതുപോലെ വിക്ടോറിയൻ പീരീഡിൽ അവിടെ ബെസ്റ്റ് റൂളായിരുന്നു. അവിടെ സോഷ്യൽ തീം, മൊറാലിറ്റിയൊക്കെ ആയിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായത്. ടെന്നീസൺ, ബ്രൗണിങ് ഇവരൊക്കെയാണ് ഏതിൽ, വിക്ടോറിയൻ പീരീഡിൽ. അതുപോലെ റൊമാൻറ്റിക് പീരീഡിലും പറയാൻ മറന്നുപോയി. നാച്ചറും ഇമോഷൻസും ഇമേജിനേഷൻസൊക്കെ ആയിരുന്നു കൂടുതൽ. അതായത് വേർഡ്സ് വർത്തും ബൈറൺ, കീറ്റ്സ് ഇവരൊക്കെ ആയിരുന്നു ആ ടൈമിലെ പോയറ്റ്സ്. അതുപോലെ അപ്പോൾ എഡ്വിക് പീരീഡിലേക്ക് തിരിച്ചു വരികയാണ്. 1901 മുതൽ 1914 വരെയാണ് ഈ ഒരു കാലഘട്ടം. പ്രീലൂഡ് ടു വേൾഡ് വാർ ആണ്. പിന്നെ ട്രാൻസിഷൻ ഫ്രം വിക്ടോറിയൻ ഐഡിയൽസ് ആണ്. തോമസ് ഹാർഡിയും A.E. ഹൗസ്മാനും ഒക്കെയാണ് ആ ഒരു സമയത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ജോർജിയൻ പീരീഡ് ഈ എഡ്വേർഡ് പീരീഡിൻ്റെ ടൈമിൽ വരുന്നൊരു ചെറിയൊരു പീരീഡാണ്. അത് ബിറ്റ്വീൻ വേൾഡ് വാറിൻ്റെ 1st 2nd ഇടയിൽ വരുന്ന ഒരു ചെറിയൊരു പീരീഡാണ് ജോർജിയൻ പീരീഡ്. അവിടെ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയുന്നില്ല. അതുപോലെ 8th വൺ വരുന്നതാണ് മോഡേൺ പീരീഡ്. മോഡേൺ പീരീഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻറ്റ് ഇൻ ഫോം ആൻഡ് വോയിസ് ആണ്. ഈലിയറ്റും ഏഡനൊക്കെയാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയറ്റ്സ്. മോഡേൺ പീരീഡ് പോയട്രിയിൽ എങ്ങനെയാണെന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ പോസ്റ്റ് മോഡേൺ പീരീഡ് 1945 മുതൽ 1980 വരെയാണ്. അവിടെ ലാർക്കിൻ, ഹ്യൂജിസ് ഇവരൊക്കെയാണ് പോയട്രി. അവിടെ ഐറണി, ഫ്രഗ്മെൻറ്റേഷൻ, ഡൈവേഴ്സ് വോയിസ് ഒക്കെയാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ ആഫ്റ്റർ സെക്കൻഡ് വാർ ആയിരുന്നു. കണ്ടംപററി പീരീഡ് 1980s മുതൽ പ്രസൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവ്സിനായിരുന്നു ഇമ്പോർട്ടൻസ്. പിന്നെ ഐഡൻറ്റിറ്റി, ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് കൂടുതലായിരുന്നു. കരോൾ ആൻഡ് ഡഫി, സിമോൺ ആർമിറ്റേജ് ഇവരൊക്കെയാണ് ആ ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, പോയട്രി. സോ ഇനി നമ്മൾ ഡയറക്റ്റ് യൂണിറ്റ് 1 പോയട്രി ഓഫ് ഇൻട്രഡക്ഷനിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പോയട്രിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി, ഏതൊക്കെ പീരീഡാണെന്നുള്ളത് വ്യക്തമായി. ഇനി നമ്മൾ ഇഗ്നോറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ ഇത് വൈഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇത്രയും ഒന്നും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ വേർഡ് ബൈ വേർഡ് ആയിട്ടല്ല നമ്മൾ പറയുന്നത്, ഒരു ക്വിക്ക്
റിവിഷൻ എന്ന നിലയ്ക്ക് നമ്മൾ ജസ്റ്റ് ആ ഒരു അതിൻ്റെ തീം എന്താണ്, അതിലെന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ടിഫൈ ചെയ്യും. ചില പോയിൻറ്റ്സ് മാത്രം വായിച്ച് വേർഡ് ബൈ വേർഡ് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ഒരു ഐഡിയയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ പോയട്രി 17th CEയിലാണ് തുടങ്ങുന്നത്. എലിസബത്ത് ഏജ് മുതലാണ് പോയട്രിക്ക് ഒരു പുതിയ രൂപം തന്നെ കാണപ്പെട്ടിട്ടുള്ളത്. പിന്നെ 17th 18th സെഞ്ച്വറിയാണ് മെറ്റാഫിസിക്കൽ പോയറ്റും കവാൽവർ പോയറ്റ്സ്, ഇമോഷൻസ് ഒക്കെ വന്നത്. പിന്നെ അപ്പോൾ നമുക്കിനി ഓരോ ഈ ടോപ്പിക് ആയിട്ട് വരാം. ഇപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാനുള്ളത് സിഡ്നി എന്നുള്ളൊരു പോയിറ്റിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. സോ അതെന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. അതുപോലെ നമ്മൾ ഈ ഇൻട്രൊഡക്ഷനിൽ ഇത്രേ പറയുന്നുള്ളൂ. മെനി ഓഫ് ദ ക്രിറ്റിക്സ് ഹാഡ് അനലൈസ്ഡ് പോയട്രി ആൻഡ് ഇറ്റ് വാല്യൂസ്. സം ഓഫ് ദം ആർഗ്യൂഡ് പോയട്രി ഈസ് ടു ബി ഇൻസ്ട്രക്റ്റീവ് ആൻഡ് കണ്ടെയ്ൻ നോളേജ്, ബട്ട് സം ഓഫ് ദം ഒപ്പീനിയഡ് ഇറ്റ്സ് എയിം ഈസ് ടു എൻലൈറ്റ് ദ ഹ്യൂമൻ സ്പിരിറ്റ് ആൻഡ് മൈൻഡ്. ഇപ്പോൾ പോയട്രിയിൽ പറയുന്നത് ഇൻസ്ട്രക്റ്റീവ്സും നോളേജൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളതാണെന്നും പിന്നെ ചിലവർ പറയുന്നത് അതിൻ്റെ എയിം എന്ന് പറഞ്ഞിട്ട് എൻലൈറ്റ് ദ ഹ്യൂമൻ സ്പിരിറ്റ് ആൻഡ് മൈൻഡ് എന്നാണ്. അപ്പോൾ 2 ഒപ്പീനിയൻ ഉണ്ട് ഇവിടെ പോയട്രിയെ കുറിച്ചിട്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ഇതാ പറയുന്നത്. പിന്നെ അതുപോലെ ആൻ എപ്പോലോക്സി ഫോർ പോയട്രി, സിഡ്നിയുടെ ഒരു പോയട്രും പിന്നെ ഡ്രമാറ്റിക് പോയട്രി ഡ്രൈഡൻ്റെയും ആണ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രിഫേസ് ഓഫ് ലിറിക്കൽ ബെല്ലാഡ്സ് വേർഡ്സ്വർത്തിൻ്റെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കുറച്ച്. ആൻഡ് അതർ സം ഓഫ് ദ സ്റ്റഡീസ് വിച്ച് അനലൈസ്ഡ് പോയട്രി. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ഈ 3 ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. സിഡ്നി, ഡ്രൈഡൻ, വേർഡ്സ്വർത്ത്. അവരുടെ വർക്ക്സിനെ കുറിച്ചാണ് ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അതിൽ വല്ലാതെ പറയാനൊന്നുമില്ല. അവരുടെ ഈ വർക്ക്സിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. നമുക്ക് ഈ പേപ്പറിൽ നിന്ന് വേറെ ഒരുപാട് സ്ഥലത്തു നിന്ന് വരാനുണ്ട്. അതുകൊണ്ട് ഈ ഒരു പോർഷൻസ് ഒന്നും അത്ര ഇമ്പോർട്ടൻസ് അല്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ. പിന്നെ അതുപോലെ 1.2 ആയിട്ട് വരുന്നത് പോയട്രി ആൻഡ് ഇറ്റ്സ് ലിങ്കേജ് വിത്ത് സൊസൈറ്റി. പോയട്രി എത്രമാത്രം സൊസൈറ്റി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതും ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതിലെന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ഒരു കൺക്ലൂഷൻ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ജസ്റ്റ് റിവിഷനാണ്. ഈ ഒരു ബുക്കിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതുപോലെ ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് പറയുന്നു. ഇൻ ദ ലിങ്കേജ് വിത്ത് സൊസൈറ്റി എന്ന ടോപ്പിക്കാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് എങ്ങനെയാണ് ഒരു സൊസൈറ്റി, ഒരു പോയട്രി സൊസൈറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ സൊസൈറ്റി ആയിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് പോയട്രി. ഓക്കെ, അതാദ്യം മനസ്സിലാക്കാം. പോയട്രി എ നോട്ടബിൾ ലിറ്ററേച്ചർ ഇൻ ദ ആൻഷ്യൻ പീരീഡ്. സൊസൈറ്റി ആയിട്ട് നല്ല കണക്റ്റ് ആയിട്ടുള്ള ഒരു നോട്ടബിൾ ലിറ്ററേച്ചറാണ് എന്ത്, പോയട്രി എന്ന് പറയുന്നത്. Writers describe the situations and problems, events at that time, and what's the reality of the events because there is no media. മീഡിയയുടെ ഇതില്ല, മീഡിയയുടെ പവർ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് നടന്ന സിറ്റുവേഷൻസും അവരുടെ പ്രോബ്ലംസും അവരുടെ ഇവൻസും ഒക്കെ പോയട്രിയിലൂടെയായിരുന്നു അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് ആ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ, റിയാലിറ്റി, ട്രൂത്തൊക്കെ പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിരുന്നു അന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം പോയട്രി. അവിടെ എക്സാമ്പിളായിട്ട് വരുന്നത് നമ്മൾ നിയോ ക്ലാസിക്കൽ സ്റ്റേജിലൊക്കെ വരുമ്പോഴും റിനൈസൻസ് പീരീഡിലൊക്കെ വരുമ്പോൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്ന സിവിൽ വാറും പ്യൂരിറ്റൻസിൻ്റെ ഭരണവും അങ്ങനെയുള്ള നമ്മളുടെ അന്നത്തെ കാലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറും മീഡിയ ഇല്ലെങ്കിലും ഇന്നും ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പോയട്രിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും അതിലതൊക്കെ മെൻഷൻ ചെയ്തതുകൊണ്ടുമാണ് അല്ലേ. ലിറ്ററേച്ചർ ഈസ് യൂസ്ഡ് ഹാസ് എ കമ്പാനിയൻ അറ്റ് ദാറ്റ് ടൈം. ഒരു സോഷ്യൽ കമ്പാനിയനായിട്ടായിരുന്നു ലിറ്ററേച്ചറിന് അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇഫ് വി റീഡ് ദ പോയം വി ക്യാൻ ഗെറ്റ് എ ക്ലിയർ ക്ലാരിഫിക്കേഷൻ അബൌട്ട് ദ ഏജ്. ആ ഒരു സമയത്തെ കുറിച്ചൊരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു, ആ ഒരു പോയം വായിച്ചാൽ തന്നെ കിട്ടുമായിരുന്നു. ഓർ ദാറ്റ് പീരീഡ് നരേറ്റ് ദാറ്റ്. ആ ഒരു സമയത്തെ നരേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും ഓരോ പോയത്തിൻ്റെയും തീം ആ ഒരു സമയത്ത്. ഹൗ ദ സൊസൈറ്റി അറ്റ് ദാറ്റ് ടൈം, പിന്നെ ഹൗ ദ പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം, അതിൻ്റെയൊക്കെ ഒരു കറക്റ്റ് പിക്ചർ. അങ്ങനെയാണ് അവരുടെ ലൈഫ്സ്, അവരുടെ കണ്ടംപററീസ് ആൻഡ് അവരുടെ അതൊക്കെ മെൻഷൻ ചെയ്യും ആര്, റൈറ്റേഴ്സ്. സൊസൈറ്റി ആൻഡ് വർക്ക്സ് ആർ സോ കണക്റ്റഡ്.
അപ്പോൾ അവരുടെ കണ്ടംപററീസും അതിൻ്റെ ലൈഫ് സ്റ്റൈലും അവരുടെ എല്ലാം നമുക്ക് മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ സൊസൈറ്റിയും അവരുടെ വർക്ക്സും തമ്മിൽ പോയട്രിയിൽ നല്ല രീതിയിൽ തന്നെ കണക്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജോസ് മാർട്ടി എന്ന റൈറ്ററിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വാൾട്ട് വിറ്റ്സ്മാൻ 1853 ടു 1892 വരെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വാൾട്ട് വിറ്റ്മാൻ്റെ വർക്കുകൾ അനലൈസ് ചെയ്യുകയും വിറ്റ്സ്മാൻ്റെ വേർഡ്സ് അനലൈസ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ജോസ് മാർട്ടിൻ ഒരു ഒപ്പീനിയൻ കണ്ടെത്തി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്, അത് പറഞ്ഞാൽ ജോസ് മാർട്ടി വാൾട്ട് വിറ്റ്മാൻ്റെ വർക്ക്സ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തി, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഒപ്പീനിയൻ ഉണ്ടായി. ദ ലിറ്ററേച്ചർ ഓർ പോയട്രി മസ്റ്റ് റിഫ്ലക്ട് ദ ലൈഫ് ആൻഡ് ചേഞ്ച് ദ words which used in the poetry must denote the development of life. ഒരു ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പോയട്രി അതൊരു ലൈഫിൽ നിന്നും ഇല്ലെങ്കിൽ അവരുടെ ചേഞ്ചസിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം. ദ വേർഡ്സ് വിച്ച് യൂസ്ഡ് ഇൻ ദ പോയട്രി മസ്റ്റ് ബി ഡിനോട്ടഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലൈഫ്. ഒരു ആളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഡെവലപ്മെൻറ്റ്സ് സംഭവിച്ചിട്ടുണ്ട്, അവരുടെ ലൈഫിൽ നിന്ന് റിയൽ ഇൻസിഡൻസ് റിഫ്ലക്റ്റ് ചെയ്യുക, അതിൻ്റെ ചേഞ്ചസ് ആയിരിക്കണം ഓരോ വേർഡ്സിലും പോയട്രിയിൽ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന് ജോസ് മാർട്ടിൻ്റെ ഒപ്പീനിയൻ പറഞ്ഞത്. ഇറ്റ് മസ്റ്റ് ഗിവിങ് ദ ചേഞ്ച് ഓഫ് സൊസൈറ്റി ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീങ് ആൻഡ് സൊസൈറ്റി. ഒരു മനുഷ്യജീവൻ്റെ ഇല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ആ ഒരു പോയട്രി വർക്കിൽ കാണാൻ പറ്റണം. പറഞ്ഞാൽ ഓക്യുപ്പേഷൻ ചെയ്യുന്ന വർക്കിംഗ് ക്ലാസ് പീപ്പിൾസിനൊക്കെ ആയിരിക്കും കൂടുതൽ ഇതിൽ ഇൻവോൾവ് ആക്കിയിട്ടുണ്ടാവുക. അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ സിറ്റുവേഷൻസ്, പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ദെയർ സോഷ്യൽ വെൽബീയിങ്, അവരുടെ സോഷ്യൽ ലൈഫ്, അവരുടെ സോഷ്യൽ അറ്റ്മോസ്ഫിയർ. അതുപോലെ ഇറ്റ്സ് റോ മെറ്റീരിയൽ മസ്റ്റ് ബി ടേക്കൻ ഫ്രം ദെയർ റിയൽ ലൈഫ്. അവരുടെ റിയൽ ലൈഫിൽ നിന്നായിരിക്കും ഈ ഒരു പോയട്രിക്ക് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് സെലക്റ്റീവ് ആയിട്ടുണ്ടാകുക. അതായിരിക്കണം ആ ഒരു പോയത്തിൻ്റെ കണ്ടന്റ്. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷൻ, ഒരു നാഷൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്സ് അവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ പോയട്രി ഡെപ്പിക്സ് പീപ്പിൾ ഇൻ ദെയർ സ്റ്റേറ്റ്സ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്. ഒരു പീപ്പിൾ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഹാപ്പിനെസ്സും സാഡ്നെസ്സും നമ്മളവിടെ മെൻഷൻ ചെയ്യണം. അതുപോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദ അപ്പിയറൻസ് ക്വൈറ്റ് സിമ്പിൾ ടു റൈറ്റ് എ ഹാപ്പി ഓർ സാഡ് സോങ്. നമുക്ക് ആ ഒരു പോയത്തിൻ്റെ അപ്പിയറൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവണം ഹാപ്പി ആണോ, സാഡ് സോങ് ആണോ, അതോ ഇനി ട്രാജിക് അക്കൗണ്ട് ഓർ ഫെയിലിയർ ഇൻ ലൈഫാണോ, ഒരു ദുരന്തമാണോ, ഒരു തോൽവി, ജീവിതത്തിൻ്റെ തോൽവിയാണോ, ഇതൊക്കെ എന്താണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വേണം. അതുപോലെ ഒരു ഗുഡ് പോയട്രി മേക്സ് ദ റീഡർ അവെയർ അബൌട്ട് ദ സൈഡ് ഓഫ് സർക്കുംസ്റ്റൻസസ് ആൻഡ് സ്ട്രഗിൾസ്. അവരുടെ സർക്കുംസ്റ്റൻസസും സ്ട്രഗിൾസും അവിടെ ഉണ്ടാവണം, മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. വർക്കിംഗ് പീപ്പിൾസിൻ്റെ. അതുപോലെ സ്പിരിറ്റ് ഓഫ് മ്യൂച്വാലിറ്റി, അവരുടെ മ്യൂച്വാലിറ്റിയെക്കുറിച്ചും അവരുടെ യൂണിറ്റിയെക്കുറിച്ചുമൊക്കെ നമ്മളവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ആർ ലിവിങ് ഇൻ എ സോഷ്യൽ ഇത്തോസ്. ഒരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിക്കോട്ടെ, അവരൊക്കെ ലിവ് ചെയ്യുന്നത് ഒരു സോഷ്യൽ ഇത്തോസിലാണ്. ആൻഡ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് കൺസ്ട്രക്ട് ഐഡിയാസ് ടു സ്യൂട്ട് ദെയർ റിക്വയർമെൻറ്റ്സ്. അവരുടെ ഒരു ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ ഒരു ഗ്രൂപ്പോ അവരുടെ ഒരു ഐഡിയ ഉണ്ടാവും ഫോർ ദെയർ സ്യൂട്ട് ഓഫ് ദെയർ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ആണ് നമ്മൾ ഈ ഒരു പോയട്രി ആൻഡ് ഇറ്റ്സ് ലിങ്കേജിൽ മെയിനായിട്ട് പറയുന്നത്. പിന്നെ പീപ്പിൾസ് ഡിസയർ ബട്ട് അച്ചീവ് കോമൺലി ഹെൽഡ് ഐഡിയാസ്. അവരുടെ ഒരു കോമൺലി ഹെൽഡ് ഐഡിയാസൊക്കെ, പേഴ്സണൽ ഡിസയേഴ്സൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. പിന്നെ എബോവ് ദ ടൈം ഓഫ് ഹൈ പാഷൻ, ഗ്ലോറി ആൻഡ് ബിഗ് ട്രിയംസ്, ഇതൊക്കെ ഒരു കോമൺ സേ ആയിട്ട് ആ ഒരു പോയട്രിയിലൂടെ കടന്നു വരുന്നുണ്ട്. അതുപോലെ ദാറ്റ്സ് ദ വേർഡ് ദ പോയട്രി ഈസ് എലമെൻ്റൽ ടച്ചിങ് only broader parts of the reality, that is where might start from making a poetry. ഒരു പോയട്രി ഉണ്ടാക്കുമ്പോൾ അത് അതിൻ്റെ ടച്ചിങ് ഓൺലി ബോർഡർ പാർട്ട് ഓഫ് റിയാലിറ്റിയുടെ ബോർഡർ പാർട്ട് ടച്ച് ചെയ്യുന്നുള്ളൂ, അതിൻ്റെ എലമെൻറ്റ്സ് ഒക്കെ.
സോ ഇതിൽ നിന്ന് മൊത്തത്തിൽ ഈ ഒരു ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? പോയട്രിയും സൊസൈറ്റിയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഒരു സൊസൈറ്റിയെ എങ്ങനെയാണ്, ആ സൊസൈറ്റി എങ്ങനെയാണ് അതിൻ്റെ കാഴ്ചപ്പാട്, ആ സൊസൈറ്റിയിലെ ഹ്യൂമൻ ബീങ്സ്, അവരുടെ സോഷ്യൽ അറ്റ്മോസ്ഫിയർ, സോഷ്യൽ ലൈഫ്, സോഷ്യൽ വെൽബീയിങ്, ഇതെല്ലാം കണ്ടൻ്റ് ആക്കിക്കൊണ്ടായിരിക്കും ആ ഒരു പോയട്രി ഉണ്ടാവുക. ആ പോയട്രി വായിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു സമൂഹം എങ്ങനെയായിരുന്നു, ആ ഒരു സമൂഹത്തിലെ ആൾക്കാരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ കിട്ടുമായിരുന്നു. ഒരു റൈറ്റർ, ആ റൈറ്റർ ജീവിച്ച അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ആ റൈറ്ററിൻ്റെ സൊസൈറ്റി എങ്ങനെയായിരുന്നു എന്ന് ആ റൈറ്റർ ഉറപ്പായും ഒരു പോയട്രിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ സൊസൈറ്റിയും പോയട്രിയും തമ്മിൽ വളരെ അധികം ബന്ധമുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ഒരു ടോപ്പിക്കിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഓൺ വേർഡ്സിലാക്കിയിട്ടും ഇല്ലെങ്കിൽ ഈ പോയിൻറ്റ്സ് എല്ലാം പാടെ കൂട്ടിയിട്ടും ഒക്കെ നമുക്കിതൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇതാണ് സൊസൈറ്റിയും പോയട്രിയും തമ്മിലുള്ള ലിങ്കേജ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പോയട്രി ഇൻ ദ പ്രോസസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് പോയട്രിയുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റാണ്. ഇതിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ഓഗസ്റ്റ്യൻ ഏജും പിന്നെ റൊമാൻറ്റിക് ട്രെൻഡ്സും മോഡേൺ പീരീഡിൻ്റെ പഠിക്കാനുണ്ട്. മോഡേണിസം ആൻഡ് പോയട്രി പഠിക്കാനുണ്ട്. പോയട്രി ഇൻ അവർ ടൈം പഠിക്കാനുണ്ട്. അപ്പോൾ 4 പാർട്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു ഇൻട്രഡക്ഷനിൽ പറയുന്നതെന്ന് നോക്കാം. പോയട്രി ഹാവ് ദെയർ ഓൺ ഇൻഡിവിജ്വൽ സ്റ്റൈൽ. 16th CE വരെ ആരുടെയും വർക്കുകൾ തമ്മിൽ സിമിലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരു യുണീക്ക് സ്റ്റൈലിൽ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരുടെയും പോയംസ് എടുത്താൽ നമുക്ക് ഒരു തരത്തിലുള്ള സിമിലാരിറ്റീസും അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 17th സെഞ്ച്വറിയൊക്കെ ആയപ്പോൾ തന്നെ റൈറ്റേഴ്സ് സ്റ്റാർട്ട്സ് ടു റൈറ്റ് എങ്ങനെ ഒരേപോലെ എഴുതാൻ ഒരേപോലെ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഒരേപോലെ എഴുതുന്നവരെയൊക്കെ എന്താക്കി മാറ്റി, ഒരു ഗ്രൂപ്പാക്കി മാറ്റി. കുറേ ലിറ്റററി മൊമെൻ്റൊക്കെ ആ ടൈമിലായിരുന്നു സ്റ്റാർട്ടായത് കേട്ടോ. അതുവഴി പോയട്രിക്ക് പോപ്പുലാരിറ്റി കൂടി. പോയട്രി ബിക്കം എ ബിഗ് ലിറ്റററി ഫോമായി. അതുവരെ നമ്മൾ പോയട്രി എന്ന് പറയുമ്പോൾ ഫേമസ് ആയിരുന്നില്ല. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് ഡ്രാമയ്ക്കും പ്രോസിനും ഒക്കെ ആയിരുന്നു. പക്ഷേ ഏകദേശം ഒരു 17th സെഞ്ച്വറി ആയപ്പോഴേക്കും പോയട്രിക്ക് ഡെവലപ്മെൻ്റ് ആയി, പോപ്പുലാരിറ്റി കൂടി, ഒരു വലിയ ലിറ്റററി ഫോമായിട്ട് മാറി. ഫ്രം റിനൈസൻസ് പീരീഡ് ടു എലിസബത്തിയൻ പീരീഡ്, റിനൈസൻസ് പീരീഡ് ടു എലിസബത്തിയൻ ഏജ്, പോയട്രി ഹാവ് എ ന്യൂ ഫോം ആൻഡ് ലൈഫ് സ്റ്റാർട്ട്. പോയട്രിക്ക് ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ടാവുകയാണ്, പുതിയൊരു തരം സ്റ്റാർട്ടാവുകയാണ് റിനൈസൻസ് പീരീഡ് മുതൽ. 17th 18th century made the influence greatly. It made new trend in poetry. 17th 18th സെഞ്ച്വറിയിൽ ഒരു പുതിയ ട്രെൻഡ് തന്നെ കൊണ്ടുവന്നു. എന്തൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എപ്പിക്, മോക്ക്, റൊമാൻറ്റിസിസം, മെറ്റാഫിസിക്കൽ പീരീഡ്, മെറ്റാഫിസിക്കൽ ഒക്കെ പോയട്രിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പോസ്റ്റ് എലിസബത്തിയൻ ഏജ് ഈസ് ദ എക്സ്പെരിമെൻ്റൽ പീരീഡ് ഫോർ പോയട്രി. എലിസബത്തിയൻ ഏജ് ആയിരുന്നു പോയട്രിക്ക് ഒരു എക്സ്പെരിമെൻ്റൽ പീരീഡായിരുന്നു. മെറ്റാഫിസിക്കൽ പോയിറ്റ്സും കവലിയർ പോയിറ്റ്സൊക്കെ ഇതിലാണ് വരുന്നത്. എന്താണ് ഈ കവലിയർ പോയിറ്റ്സ്? കവലിയർ പോയിറ്റ്സ് പറഞ്ഞാൽ രാജാക്കളെ വാഴ്ത്തി, റോയലി ആയിട്ടുള്ളതിനൊക്കെ വാഴ്ത്തി പാടുന്ന ഒരു തരം പോയട്രീസാണ് കവലിയർ പോയിറ്റ്സ്. ഇതൊക്കെ വരുന്നത് ഈ ഒരു 17th 18th സെഞ്ച്വറിയിലാണ്. പിന്നെ ഇമോഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു, കമ്പാരിസണിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുപോലെ നിയോ ക്ലാസിക്കൽ ഏജ് കഴിഞ്ഞ് റൊമാൻറ്റിസിസം വരുന്നത്. ഇപ്പോൾ ഓഗസ്റ്റ്യൻ ഏജിൽ സറ്റയറുകളുടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. പിന്നെ റൊമാൻറ്റിസത്തിൽ കൂടുതൽ നേച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ ഇമാജിനേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ന്യൂ ട്രെൻഡ്സൊക്കെ അവെയർ ചെയ്തു. ന്യൂ ട്രെൻഡ്സൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? എപ്പിക്കും, ഹീറോയിക് കപ്ലെറ്റ്സ്, പിന്നെ മോക്ക്, റൊമാൻറ്റിസിസം ഒക്കെ നമ്മൾ വന്നത് ഒരു 17th സെഞ്ച്വറിയുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിലായിട്ടായിരുന്നു. പിന്നെ also poet deals with such a philosophical concern as death, love and time, and idea playing a crucial role in life. ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിട്ടുണ്ടായിരുന്ന പോയട്രികളായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. എപ്പിക് ഈസ് എ മിക്സിങ് ഓഫ് പോയം ആൻഡ് ഡ്രാമ. എപ്പിക് എന്ന് പറയുന്നത് പോയത്തിൻ്റെയും ഡ്രാമയുടെ ഒക്കെ ഒരു
മിക്സിംഗ് ആണ് അല്ലേ. അപ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും നല്ലൊരു എപ്പിക് എന്ന് പറയാൻ, ഇന്നും ഓർമ്മിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എപ്പിക് എന്ന് പറയുമ്പോൾ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റാ വരുള്ളൂ. അതിനുശേഷം അത്ര നല്ലൊരു എപ്പിക് വന്നിട്ടില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ആദ്യം മിൽട്ടൺ അതിനൊരു ഡ്രാമയായിട്ടായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്, പിന്നെ അതിനെ പോയിട്രിയായി മിക്സ് ചെയ്ത് അങ്ങനെ ഒരു എപ്പിക്കിൻ്റെ ഫോമിലേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഒരു എപ്പിക് വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ പാരഡൈസ് ലോസ് ആണ്. അതിൻ്റെ ഓതർ മിൽട്ടൺ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിൽ പറയാനുള്ളത്. ഇനി അതിൻ്റെ സബ്ബായിട്ട് നമുക്ക് ഓഗസ്റ്റ്യൻ ഏജും ഒക്കെ വരുന്നുണ്ട്, അത് നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓഗസ്റ്റ്യൻ ഏജിനെ കുറിച്ചാണ്. ഓഗസ്റ്റ്യൻ ഏജ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിയോ ക്ലാസിക്കൽ ഏജിൽ വരുന്ന ഒരു ഏജാണ് ഓഗസ്റ്റ്യൻ ഏജ്. ഈ ഓഗസ്റ്റ്യൻ ഏജിന് എങ്ങനെയാണ് പേര് വന്നതെന്ന് നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. റോമനിലുള്ള ഒരു പോയറ്റിൻ്റെ ആ സമയത്ത് റോമൻ പോയറ്റ്സ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് ആ ഒരു ഏജിനെ ഓഗസ്റ്റ്യൻ ഏജ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഓഗസ്റ്റ്യൻ എന്നൊരാൾ മാത്രം ഉണ്ടായിരുന്ന ഒരു ഏജ് അല്ല. ആൻഡ് പോയട്രി ഡിക്ലൈൻ, ആ ഒരു ടൈമിൽ മെയിൻ പോയിൻ്റായിട്ട് വരുന്നത് പോയട്രി ഡിക്ലൈൻ ആവുന്ന ഒരു ടൈമായിരുന്നു. നമ്മൾ ലോങ്ങർ വിജുവൽ ദാറ്റ് ചോസർ, മാർലോ, ഷേക്സ്പിയർ, ഡോൺ അവരൊക്കെ ഭയങ്കര ഹൈപ്പിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയായിരുന്നു ഏതിന്, ഈ പോയട്രിയെ. അതിന് ശേഷം പോയട്രി ഒന്ന് ഡിക്ലൈനായി ഒരു 17th സെഞ്ച്വറി ആയപ്പോൾ. ആൻഡ് ഡ്രാമക്കൊക്കെ ടെറിട്ടറി ഡ്രാമ ത്രെട്ടൻ ആൻഡ് പ്രഷർ ആസ്കിങ് ഫോർ പ്രോസിനും ഡ്രാമക്കൊക്കെ പ്രയോറിറ്റി കൂടി. ആൻഡ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് 18th സെഞ്ച്വറി മിഡിൽ പ്രിപ്പയർ ഒരു 18th സെഞ്ച്വറി ഒക്കെ ആയപ്പോൾ മെല്ലെ ഈ ഓഗസ്റ്റ്യൻ ഏജിൽ ഈ പോയട്രിക്ക് ഒരു മെച്ചം ഉണ്ടാവാൻ തുടങ്ങി, കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൂടാൻ തുടങ്ങി. പോയട്രി ഒന്നുകൂടെ ഡെവലപ്പ് ആവാനും ഗ്രോത്ത് ആവാനും തുടങ്ങി. സോ ആഫ്റ്റർ ഈ ഷേക്സ്പിയറും ഡോണൻ, ചോസർ, മാർലോന് ശേഷം ഒരു ഡിക്ലൈൻ സംഭവിച്ചു എഗെയിൻ. എന്നിട്ട് ഡ്രാമ ആൻഡ് പ്രോസിൻ്റെ ഇമ്പോർട്ടൻസിന് ശേഷം പോയട്രിക്ക് തന്നെ 18th സെഞ്ച്വറി ആയപ്പോൾ ഈ ഓഗസ്റ്റ്യൻ ഏജിലാണ് ഒന്നുകൂടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റ്സൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത്. ഈ ഒരു ടൈമിലാണ് നമ്മൾ സറ്റൈറിക്കൽ പോയിറ്റിൻ്റെ ഒക്കെ വരവ്. അതുപോലെ ചോസർ, മാർലോ, ഷേക്സ്പിയർ ആൻഡ് ഡോണർ ഹാസ് എക്സ്പ്രസ്ഡ് ത്രൂ ഔട്ട് ദ ഇൻസ്റ്റൻറ്റ് ഓഫ് ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് പോയട്രി the new trends with the real life, especially the consumer society, wealth oriented society was introduced satire poetry with heroic couplets and mock epic. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ചോസറും മാർലോവും ഷേക്സ്പിയറും ഡോണൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റൈലിൽ ഒരു ന്യൂ ട്രെൻഡ് വന്നത് ഏത് ടൈമിലാണ്, ഈ ഓഗസ്റ്റ്യൻ ഏജിലാണ്. ഒരു ന്യൂ ട്രെൻഡ്, ആ ട്രഡീഷണലിന് പകരമായി ഒരു പുതിയ സ്റ്റൈലും ഒരു പുതിയ ട്രെൻഡൊക്കെ പോയിട്രിക്ക് വന്നത് ഓഗസ്റ്റ്യൻ ഏജിലാണ്. ആൻഡ് റിയൽ ലൈഫാണ് അവിടെ പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ദ കൺസ്യൂമർ സൊസൈറ്റി, ഈ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആൾക്കാരോട് കൂടി, ഇപ്പോൾ കൺസ്യൂമറോട് പുറത്തുനിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് കച്ചവടം ചെയ്ത് ജീവിക്കാനും അവിടെ എന്തുണ്ടാവാൻ തുടങ്ങി, വെൽത്ത് ഓറിയൻറ്റഡ് ആകാൻ തുടങ്ങി. ആ ഒരു സമൂഹം കുറച്ചുകൂടെ വെൽത്ത് ആവാൻ തുടങ്ങിയപ്പോൾ അവർക്ക് സൊസൈറ്റി ആയിട്ടുള്ള കണക്ഷൻ കുറയും, കുറച്ചുകൂടെ സെൽഫിഷ് ആവുകയൊക്കെ ചെയ്തു ആ ഒരു ടൈമിലെ സൊസൈറ്റി. അങ്ങനെയാണ് സൊസൈറ്റി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് സറ്റയർ പോയട്രി. അങ്ങനെയാണ് അപ്പോൾ എന്താണ് ഈ പോയട്രിയുടെ ലൈഫ് സ്റ്റൈൽ അപ്പത്തെ ഈ ഓഗസ്റ്റ്യൻ ഏജിൽ സെൽഫിഷ് ആയിരുന്നു, പീപ്പിൾ കൺസ്യൂമർ സൊസൈറ്റി ആയിരുന്നു, വെൽത്ത് ഓറിയൻറ്റഡ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഒരു ന്യൂ സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഹീറോയിക് കപ്ലെറ്റ്സ്, മോക്ക് എപ്പിക്, സറ്റയർ പോയട്രി. എന്തുകൊണ്ടാണ് അതൊക്കെ വന്നതെന്ന് വെച്ചാൽ, ഈ ഹീറോയിക് കപ്ലെറ്റ്സിലൊക്കെ എന്താ, ഒരാളെ പൊക്കി അങ്ങനെ കുറേ നമ്മൾ അയാളെക്കുറിച്ച് പൊക്കി പറയുമ്പോൾ നമുക്കെന്ത് മനസ്സിലാകും, അത് ശരിയല്ല, ഇത് ഇയാളെ ആക്കുകയാണ് എന്നൊക്കെ പറയില്ല നമ്മൾ, അയാളെ ഓവർ നന്മമാരെ ആക്കുകയാണ്. അപ്പോൾ അതിനെയാണ് ഹീറോയിക് കപ്ലെറ്റ്സ് പറയുക. അതിൻ്റെ ഒരു ഫോം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, 2 ഇതായിരിക്കും ആ ഒരു ഹീറോയിക് കപ്ലെറ്റ്സിൻ്റെ. ഒരു ഹീറോ അയാളെ ഒരുപാട് പൊക്കി അതൊരു സറ്റയർ രൂപത്തിലേക്ക് വരും. സറ്റയർ എന്ന് വെച്ചാൽ ഒരു കളിയാക്കൽ രൂപത്തിലേക്ക് വരും, മോക്ക് എപ്പിക്സ് ഒക്കെ പോലെ, സറ്റയറും മോക്ക് എപ്പിക്സ് ഒക്കെ പോലെ. പിന്നെ
ഐറണി യൂസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവും. ഈ ഹീറോയിക് കപ്ലെറ്റ്സ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു ആക്കിയിട്ടുള്ള ലാംഗ്വേജാണ് എന്ന്, ഒന്നിനോട് ഉപമിച്ചിട്ടൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇതിന് സറ്റയറും ഓക്കെപിക്സിൻ്റെയും ഹീറോയിക് കപ്ലെറ്റ്സിൻ്റെയൊക്കെ ന്യൂ ട്രെൻഡ്സ് വരുന്നത് ഈ ഓഗസ്റ്റ്യൻ ഏജിലാണ്. ഡ്രൈഡൻ, പോപ്പ്, ഡിഫോ, സ്വിഫ്റ്റ് ഇവരൊക്കെയാണ് ഈ ഒരു സൊസൈറ്റിയെ അനലൈസ് ചെയ്തിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. അവരുടെ പെൻസ് കൊണ്ട്, അവരുടെ വേർഡ്സ് കൊണ്ട് ഈ ഒരു സൊസൈറ്റിയെ ബാഡ്ലി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത് ഈ ഡ്രൈഡൻ, പോപ്പ്, ഡിഫോ, സ്വിഫ്റ്റ് ഇവരാണ്. ഇവിടുന്നാണ് നമ്മൾ സറ്റയറിൻ്റെ തുടക്കം വരുന്നത്. ഓഗസ്റ്റ്യൻ ഏജിലാണ് ദ ബോൺ ഓഫ് സറ്റയർ സ്റ്റാർട്ട്സ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓഗസ്റ്റ്യൻ ഏജിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് റൊമാൻറ്റിക് ട്രെൻഡാണ്. റൊമാൻറ്റിക് ട്രെൻഡ് മീൻസ് നമ്മൾ എന്താണ് നമ്മുടെ മൈൻഡിൽ ആദ്യം വരിക? റൊമാൻസ് എന്ന് പറഞ്ഞാൽ കപ്പിൾസ് റൊമാൻസ് അങ്ങനെയൊക്കെ അതിനൊക്കെയാണ് വരിക അല്ലേ? സോ അതങ്ങനെയല്ല. ആ ഒരു കാലഘട്ടത്തിൽ ടു ഗേവ് ഇമ്പോർട്ടൻസ് ടു ദ റൈറ്റേഴ്സ്. അതിന് മുന്നേ വരെ റൈറ്റേഴ്സിനൊക്കെ എന്തുണ്ടായിരുന്നു, ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അവർക്കെല്ലാം അവരുടെ പെന്നിൻ്റെ തുമ്പത്ത് വരുന്ന എല്ലാ വേർഡ്സും അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നില്ല. അറ്റ് ദാറ്റ് ടൈം ഓഫ് റൊമാൻറ്റിസം ടു ഗേവ് ഇമ്പോർട്ടൻസ് ടു ദ റൈറ്റേഴ്സ്. പിന്നെ ഇറ്റ് ഹാവ് ക്ലോസ് അലിയൻസ് വിത്ത് ദ നാച്ചുറൽ ആൻഡ് റൂറൽ ലൈഫായിട്ടും നാച്ചുറായിട്ടൊക്കെ എന്തുണ്ടായിരുന്നു, ഒരു ക്ലോസ് ആയിട്ടുള്ള അലിയൻസ് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നാച്ചുറും ഒന്ന് രണ്ട് പേഴ്സണായിട്ടുള്ള കണക്ഷനും അവരുടെ റിയൽ ലൈഫ് പോർട്രേ ചെയ്യുക, ഇതൊക്കെ ആയിരുന്നു റൊമാൻറ്റിസിസത്തിലെ മെയിൻ തീം. പിന്നെ ഈ റൊമാൻറ്റിസം എങ്ങനെ അതിലേക്ക് എത്തിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷനും അമേരിക്കൻ റവല്യൂഷനും ആ സമയത്തുണ്ടായിരുന്ന ആൻറ്റി കൊളോണിയൽ ആസ്പെക്ട്സും അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പാർശ്വഫലമായിട്ടുണ്ടായി വന്നതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ റൊമാൻറ്റിസം എത്തുന്നത്. പാർശ്വഫലമല്ല, അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വന്ന ഒരു പീരീഡാണ് റൊമാൻറ്റിസം. അപ്പോൾ ദിസ് ലീഡ്സ് വേർഡ്സ്വർത്ത് ആൻഡ് റൊമാൻറ്റിക് റൈറ്റേഴ്സ് യൂസ് ദ കോമൺ ലൈഫ് ഓഫ് ദെയർ തീം ആൻഡ് ദ ലാംഗ്വേജ് ദേ യൂസ്ഡ് വിത്ത് ദ ഇമാജിനേഷൻ ആൻഡ് ഫ്രീഡം. അവർ ഇമാജിനേഷനും ആ ഒരു ലാംഗ്വേജ്, കോമൺ ലാംഗ്വേജ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിയൽ ലൈഫായിരുന്നു, കോമൺ ലൈഫായിരുന്നു അവരുടെ തീം. ആൻഡ് ഫ്രീഡം, അവരുടെ ഇമാജിനേഷൻ ആൻഡ് ഫ്രീഡമാണ് ഈ റൊമാൻറ്റിസത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ്. ഇനി ലിറിക്കൽ ബെല്ലാഡ്സ്, വേർഡ്സ്വർത്തിൻ്റെ ലിറിക്കൽ ബെല്ലാഡ്സ് ആണ് ഈ റൊമാൻറ്റിസത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക്. ദേ ആർഗ്യൂ ഫോർ കോമൺ പീപ്പിൾസ്, ദേ അവോയ്ഡ് വെക്കാബുലറി ലാംഗ്വേജ്. അവർ കോമൺ പീപ്പിൾസിന് വേണ്ടിക്ക് വാദിക്കുകയും പിന്നെ എന്ത് ചെയ്തു, വൊക്കാബുലറി ലാംഗ്വേജും അല്യൂഷനും ഒക്കെ ഒഴിവാക്കണമെന്ന് വേർഡ്സ്വർത്ത് പറയുകയും കോമൺ ലാംഗ്വേജ് യൂസ് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് പീരീഡിൽ? റൊമാൻറ്റിസം പീരീഡിൽ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് വൈഡായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഒരു ലിറിക്കൽ ബെല്ലാഡ്സത്തൊക്കെ ഒരു പാർട്സും വേർഡ്സ്വർത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇത്രേ ഇതിൽ പറയുന്നുള്ളൂ. മെയിനായിട്ടുള്ള റൊമാൻറ്റിസം എന്താണ്, റൊമാൻറ്റിക് സമയത്തുണ്ടായിരുന്ന ഫ്രഞ്ച് റവല്യൂഷൻ്റെയും അമേരിക്കൻ റവല്യൂഷൻ്റെയൊക്കെ ശേഷം വരുന്ന ഒരു ആൻറ്റി കൊളോണിയൽ ആസ്പെക്ട്സ് എന്നാണ് ഇതുണ്ടാവുന്നത് എന്നൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഇതിൽ മെയിനായിട്ട് അറിയേണ്ടതുള്ളൂ. ഇമാജിനേഷനാണ്, റിയൽ ലൈഫിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. അതുപോലെ കോമൺ ലാംഗ്വേജാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവോയ്ഡ് ട്രഡീഷണൽ ലാംഗ്വേജ് ആൻഡ് വെക്കാബുലറി ലാംഗ്വേജ്. ലിറിക്കൽ ബെല്ലാഡ്സ്, വേർഡ്സ്വർത്തിൻ്റെ ലിറിക്കൽ ബെല്ലാഡ്സാണ് റൊമാൻറ്റിസത്തിന് ഏറ്റവും എക്സാമ്പിൾ ആയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ റൊമാൻറ്റിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററി, റൊമാൻറ്റിക് ആൻഡ് ബ്രിട്ടീഷ് പോയട്രി പറയുകയാണെങ്കിൽ 18th സെഞ്ച്വറി ബിക്കം സ്ട്രോങ് ഇൻ ഏർലി 19th സെഞ്ച്വറിയിലാണ് ഈ റൊമാൻറ്റിസം സ്റ്റാർട്ടഡ് ഇൻ ദ ലേറ്റ് 18th സെഞ്ച്വറി ആൻഡ് ബിക്കം സ്ട്രോങ് ഇൻ ദ ഏർലി 19th സെഞ്ച്വറി ആണ്. ഇറ്റ് വാസ് റിയാക്ഷൻ അഗെയിൻസ്റ്റ് ദ ഏജ് ഓഫ് റീസൺ, എൻലൈറ്റ്മെൻറ്റ് ആൻഡ് നിയോ ക്ലാസിസം വിച്ച് വാല്യൂഡ് ലോജിക് ആൻഡ് ഓർഡേഴ്സ്. ഇതിൻ്റെ കീ പോയിൻറ്റ്സ് ആയിട്ട് വരികയാണെങ്കിൽ മേജർ പോയിന്റ് ഓഫ് ദിസ് മൂവ്മെൻറ്റ്സ് ഇൻക്ലൂഡിങ് വില്യംസ്, വേർഡ്സ്മിത്ത് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ബാക്കിയുള്ള പോയിൻറ്റ്സ് നമ്മൾ
കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് സാമുവൽ ടൈലർ കൊളറിച്ച്, ലോർഡ് ബൈറോം ആൻഡ് പേഴ്സി ബൈഷ്യൂ ഷെല്ലി ആൻഡ് ജോൺ കീസ് ഒക്കെയാണ് മെയിനായിട്ടുള്ള പോയിറ്റ്സ് വരുന്നത്. പിന്നെ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫ്രഞ്ച് റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ, ഐഡിയാസ് ഓഫ് ലിബർട്ടി ആൻഡ് ഈക്വാലിറ്റി ആൻഡ് റിയാക്ഷൻ ടു ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ്. ഇൻസ്പയർഡ് ബൈ, എന്തുകൊണ്ടാണ് ഇൻസ്പയർ ആയത്? ഫോക്ക് ട്രഡീഷൻസ് ആൻഡ് റിട്ടേൺ ടു ദ ഇമാജിനേഷൻ ആൻഡ് ഇമോഷൻസിൻ്റെയും ഇമാജിനേഷൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ്. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് റൊമാൻറ്റിസം ഇൻ ബ്രിട്ടീഷ് പോയിട്രി എന്ന് പറയുമ്പോൾ ലവ് ഓഫ് നാച്ചർ, ഡീപ്പ് അപ്രിസിയേഷൻ ഫോർ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇമോഷണൽ ആൻഡ് ഇമാജിനേഷൻ, പിന്നെ ഫോക്കസ് ഓൺ ദ ഫീലിങ്സ്, ഇമോഷൻസ് ആൻഡ് ഇമാജിനേഷൻ റാദർ ദാൻ റീസൺ, പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ഇന്നർ ട്രൂ വർ ഓഫ്റ്റൻ സബ്ജക്ട്സ്. അപ്പോൾ ഫസ്റ്റ് വണ്ണായിട്ട് പറയുകയാണെങ്കിൽ ലവ് ഓഫ് നാച്ചറാണ്, ഇമോഷൻസ് ആൻഡ് ഇമാജിനേഷൻ, ഇൻട്രസ്റ്റ് ഇൻ ദ ഇൻഡിവിജ്വൽസ്, എംഫസൈസ് ദ ഇൻഡിവിജ്വൽ ഫ്രീഡം ലൈക്ക് ക്രിയേറ്റിവിറ്റി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ. പിന്നെ സൂപ്പർ നാച്ചുറൽ ആൻഡ് മിസ്റ്റീരിയസ് എലമെൻസിൻ്റെ ഒക്കെ വരവ് വന്നത് ഈ റൊമാൻറ്റിസത്തിലാണ്. യൂസ് ഫാൻറ്റസി, ഫോക്ലോർ ആൻഡ് സൂപ്പർ നാച്ചുറൽ തീംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഫോക്കസ് ഓൺ ദ കോമൺ മാൻസ്, സാധാരണ മനുഷ്യന്മാരിലാണ് ഇത് ഇവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് റെബലിയൻ അഗെയിൻസ്റ്റ് സോഷ്യൽ നോംസ്, പിന്നെ സബ്ജക്റ്റിവിറ്റി, മെലാൻചോളി ആൻഡ് റിഫ്ലക്ഷൻ, ഇതൊക്കെയാണ് അതർ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൈഡായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയാത്തത് കൊണ്ടാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയത്. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് റൊമാൻറ്റിസത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് മോഡേണിസം ആൻഡ് പോയട്രി ആണ്. ഒരു 19th ഹാഫൊക്കെ ആയപ്പോഴാണ് ഈ മോഡേണിസം പോയട്രി റീച്ച് ആവുന്നത്. പിന്നെ എക്കണോമിക്കൽ ചേഞ്ചസും അതിൻ്റെ അനാലിസും ഒക്കെ ആയിരുന്നു നമുക്ക് അവിടെ ഇമ്പോർട്ടൻസ് ആയിട്ടുണ്ടായിരുന്നത്. വേൾഡ് വാർ ആൻഡ് മെനി അതർ ഇവൻറ്റ്സ് അറ്റ് ലേറ്റ് 19th 20th CE മെയ്ഡ് മോർ കോംപ്ലെക്സ് ആൻഡ് പീപ്പിൾസ് ആൻഡ് ദ സൊസൈറ്റി വർ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് വാട്ട് ലൈഫ് ഈസ്. സോ ഒരു 19th 20th സെഞ്ച്വറിയൊക്കെ ആയപ്പോൾ വേൾഡ് വാറിൻ്റെ ഈവൻസും കാര്യങ്ങളൊക്കെ കോംപ്ലക്സ്, പീപ്പിളിലും സൊസൈറ്റിയിലൊക്കെ കോംപ്ലക്സ് ആയി, എങ്ങനെ അവർ മൊത്തത്തിൽ കൺഫ്യൂഷനായി, എന്ത് ലൈഫാണിത് എന്നൊക്കെ. ഇറ്റ്സ് പോർട്രേ ഇൻ ദ മോഡേണിസ്റ്റ് പോയിറ്റ്സ് ലൈക്ക് അർണോൾഡ് ആൻഡ് ബ്രൗണിങ് പോയിൻറ്റ്സ് ദേ ഗേവ് ഇമ്പോർട്ടൻസ് ടു ദ റിയൽ ലൈഫ്. അന്ന് നടന്നിരുന്ന റിയൽ ലൈഫിനായിരുന്നു ഈ മോഡേണിസം പീരീഡിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു വാറിൻ്റെ ടൈമാണ്, വേൾഡ് വാറിൻ്റെ ടൈമാണ്. അപ്പോൾ അവിടുത്തെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സോ കൺഫ്യൂസ്ഡ് ആണ്. പീപ്പിൾസും എന്താ അവരുടെ കോംപ്ലക്സ് ഒക്കെ ആലോചിച്ചിട്ട് അവർ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടൈമിലാണ് ഈ മോഡേണിസം പോർട്രേ ചെയ്യുന്നത്. ലൈക്ക് അർണോൾഡ്, ബ്രൗണിങ് പോയിറ്റ്സ് ഒക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഈ മോഡേണിസം പീരീഡിലാണ് മെയിനായിട്ട് എക്സ്പെരിമെൻ്റ് കണക്ഷൻ വിത്ത് റിയൽ ലൈഫ്. ബാക്കിയുള്ളതൊക്കെ പരീക്ഷണങ്ങളായിരുന്നു, പരീക്ഷിച്ച് നോക്കുമായിരുന്നു എങ്ങനെയാണ് ഈ റിയൽ ലൈഫുമായിട്ട് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ കൺവേ ചെയ്യുമെങ്കിലും എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പോയട്രിയിൽ, പലതരം എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മോഡേണിസത്തിലാണ് റിയൽ ലൈഫുമായിട്ടുള്ള പരീക്ഷണങ്ങളുടെ കണക്ഷൻസ് പോർട്രേ ചെയ്തത്. പ്രസൻറ്റ് വിത്ത് ന്യൂ ടൈപ്പ്, പുതിയൊരു തരത്തിൽ റിയൽ ലൈഫുമായിട്ട് പരീക്ഷണങ്ങളെ കണക്ട് ചെയ്തത് ഈ മോഡേണിസത്തിലായിരുന്നു. പിന്നെ ഇൻഡിവിജ്വൽ ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നു, ലോൺലിനെസ്, നെയ്ബർഹുഡ് കോൺഫ്ലിക്ട്സ്, അലിനേഷൻ, സൊസൈറ്റി കോൺഫ്ലിക്ട്സ്, റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സ് ഒക്കെ ആയിരുന്നു ഇതിനെ മെയിനായിട്ട് തീമായിട്ടൊക്കെ മോഡേണിസത്തിൽ. റിയൽ ലൈഫ് എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് വേൾഡ് വാറിൻ്റെ ടൈമിൽ കോമൺ പീപ്പിൾസിൽ ഉണ്ടാവുന്ന ഈ ഇൻഡിവിജ്വൽ ഓറിയൻറ്റേഷൻസ് ലൈക്ക് ഇതൊക്കെ ലേബർഹുഡ് കോൺഫ്ലിക്ട്സും അലിനേഷനും സൊസൈറ്റി ആയിട്ടുള്ള കോൺഫ്ലിക്ട്സും റിലേഷൻഷിപ്പ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ ആയിരുന്നു ഇതിൽ മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പോയിറ്റാണ് T.S. ഇലിയറ്റ്. അദ്ദേഹത്തിൻ്റെ വേസ്റ്റ് ലാൻഡ് നമുക്കിവിടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ റെഫർ ചെയ്യാനുണ്ട്. അദ്ദേഹമാണ് ഒരു ന്യൂ ഐഡിയ ആൻഡ് കോൺസെപ്റ്റ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഏലിയറ്റ് ആണ്. എ ന്യൂ ഡിഫറെൻറ്റ് ഐഡിയ ആൻഡ് കോൺസെപ്റ്റ് വേസ്റ്റ് ലാൻഡിലൂടെ കണ്ട മീനിങ്ലെസ്നെസ് പോസ്റ്റ് മോഡേൺ ടൈമിൽ ഒരുപാട് പോയിസ് മീനിങ്ലെസ്നെസ്സും അബ്സേർഡിസും ഒക്കെ മാറ്റപ്പെട്ടു.
പക്ഷേ ഏലിയറ്റ് അതിനെ ഇറ്റ്സ് വി കൺവേ ഫ്രം ഏലിയറ്റ്. ഏലിയറ്റ് അതിനെ ആർഗ്യൂ ചെയ്തു. ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഇൻ പോയട്രി ആൻഡ് ലിറ്ററേച്ചർ. ഏലിയറ്റാണ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് പോയട്രിക്കും ലിറ്ററേച്ചറിനും കൊടുത്തത്, അതിനും വേണ്ടി ആർഗ്യൂ ചെയ്തത്. അതുവരെ കഴിഞ്ഞുപോയ പോയട്രിയുടെ ഇൻഫ്ലുവൻസാണ് പിന്നീട് പുതിയൊരു പോയട്രി ഉണ്ടാവുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ പഴയതറിഞ്ഞാലേ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പഴയതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ സാധനം, ഒരു വെറൈറ്റി യൂണിക് സാധനം ഉണ്ടാക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നത്. ഡിഫറെൻറ്റ് വേണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. സോ ഇൻ ദിസ് കോൺടെമ്പററി ഇറ പോയട്രി ഡെവലപ്സ് വിത്ത് വേരിയസ് തീംസ് കോൺഡ് വിത്ത് എ ചേഞ്ച് ഓഫ് ടൈം ആൻഡ് സൊസൈറ്റി. ആ ഒരു സൊസൈറ്റിയുടെ കണ്ടംപററി ഇറ പോയട്രി ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ആയിരുന്നു ഈ മോഡേണിസം ആൻഡ് പോയട്രി എന്ന ഈ ഒരു ടോപ്പിക്കിലൂടെ പറയുന്നത്. ഇത് മെയിനായിട്ട് നമ്മളെന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വേൾഡ് വാറിൻ്റെ ടൈമിലാണ് 19th ഹാഫിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു എക്സ്പെരിമെൻ്റൽ കണക്റ്റഡ് വിത്ത് റിയൽ ലൈഫ് ആയിരുന്നു. പിന്നെ റിയൽ ലൈഫിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെയ്ബർഹുഡ് കോൺഫ്ലിക്ട്സും അലിനേഷനും സൊസൈറ്റി കോൺഫ്ലിക്ട്സും റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സിനൊക്കെ ആയിരുന്നു ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലെ പോയറ്റ് അർണോൾഡ് ആൻഡ് ബ്രൗണിങ് പോയറ്റ്സ് ആയിരുന്നു. പിന്നെ ഇതിലെ മെയിൻ ഒരു ഹിസ്റ്റോറിക്കൽ ഇറ തന്നെ ക്രിയേറ്റ് ചെയ്ത ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഇൻ പോയട്രി ആൻഡ് ലിറ്ററേച്ചർ ആരാണെന്ന് ചോദിച്ചാൽ കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ T.S. ഏലിയറ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു യൂണിക് സാധനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ഒരു യൂണിക് വെറൈറ്റീസ് ഓഫ് പോയട്രി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം പഴയത് എന്താണെന്ന് അറിഞ്ഞാലേ പുതിയത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കണം എന്നുള്ളതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ്സ്. സോ ഇത്രയാണ് നമുക്ക് മോഡേണിസം ആൻഡ് പോയട്രിയിൽ പറയാനുള്ളത്. നമ്മൾ അറ്റ് ദ പ്രസൻറ്റ് ടൈമിലേക്ക് വരികയാണ്. അത് നമുക്ക് വല്ലാതെ പറയാനില്ല. പോയട്രി ഇൻ അവർ ടൈം, ഈ ഒരു സമയത്ത് എന്താണ് നമ്മുടെ പോയട്രിയുടെ അവസ്ഥ, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്താ പോയട്രിയുടെ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് T.S. ഏലിയറ്റ് ഡിഡ് നോട്ട് സീ സംതിങ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ T.S. ഏലിയറ്റിന് സംതിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും കാണാൻ പറ്റിയില്ല. ഇൻ ദ 1930s 1940s there were no new poets. പുതിയ പോയറ്റ്സ് ഒക്കെ ഉണ്ടായി. അവരെയാണ് പിങ്ക് പോയറ്റ്സ് എന്ന് വിളിക്കുക. 1930 മുതൽ 1940 വരെ ഉണ്ടായ പുതിയ പോയറ്റ്സിനെയാണ് പിങ്ക് പോയറ്റ്സ് എന്നറിയപ്പെടുന്നത്. ദീസ് പോയറ്റ്സ് നോട്ടീസ്ഡ് പ്രോബ്ലംസ് ഇൻ ദ വേൾഡ് ആൻഡ് ഇൻ സൊസൈറ്റീസ്. ലോകത്തിലും ഉള്ള സൊസൈറ്റിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളെയാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേ വർ അവെയർ ഓഫ് ചേഞ്ച് ഇൻ കൾച്ചർ ആൻഡ് ഐഡിയാസ്. അവർ അവിടുത്തെ കൾച്ചറും ഐഡിയാസൊക്കെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു കൂടുതൽ അവെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻ ദ 20th century ആർട്ട് ആൻഡ് പോയട്രി ഹാഡ് ഡീൽ വിത്ത് ബിഗ് ചേഞ്ചസ് ഇൻ ലൈഫ്. കലയും ഈ പോയട്രി ആയിട്ടൊരു ഡീലുണ്ടാക്കുകയും അതൊരു ബിഗ് ചേഞ്ച് ഇൻ ലൈഫ് ഉണ്ടാവുകയും ചെയ്തു. ദ വേൾഡ് വാസ് ഗെറ്റിംഗ് സ്മോളർ. ലോകം ചെറുതായിപ്പോയി. ആൻഡ് മണി ആൻഡ് ടെക്നോളജി ബിക്കം വെരി ഇമ്പോർട്ടൻറ്റ്. പൈസക്കും ടെക്നോളജിക്കും വളരെയധികം ഇമ്പോർട്ടൻസും കൊടുക്കാൻ തുടങ്ങി. ആർട്ട് നീഡഡ് ടു കണക്റ്റഡ് വിത്ത് പീപ്പിൾസ് ഫീലിങ്സ് ആൻഡ് ലൈഫ്സ്. ആർട്സ് എന്ത് ചെയ്തു, പീപ്പിൾസിൻ്റെ ഫീലിങ്സും ലൈഫ്സൊക്കെ കണക്ട് ചെയ്യാൻ തുടങ്ങി. ദീസ് പോയറ്റ്സ് ലുക്ക്ഡ് അറ്റ് ദ വേൾഡ് അറൗണ്ട് ദം ആൻഡ് ടോക്ക്ഡ് അബൌട്ട് ഇൻ ദെയർ പോയട്രി. അത് ലോകമെമ്പാടും ലോകം മൊത്തം അങ്ങോട്ടേക്ക് നോട്ടവും അതിനെക്കുറിച്ചുള്ള ചർച്ചയും സംസാരങ്ങളൊക്കെ ആ ഒരു ടൈമിലുള്ള പോയട്രിക്ക് ആവാൻ തുടങ്ങി. ഈവൻ ത്രൂ ദർ വർ മെനി പ്രോബ്ലംസ് ഇൻ ദ വേൾഡ്. ഒരുപാട് പ്രശ്നങ്ങൾ ആ സമയത്ത് ലോകത്ത് നിലനിന്നിരുന്നു. ലൈക്ക് വാർസ് ആൻഡ് മാർക്കറ്റ് ഇഷ്യൂസ്. യുദ്ധങ്ങളും പിന്നെ മാർക്കറ്റ് ഇഷ്യൂസും. ദർ വർ സ്റ്റിൽ ഹോപ്പ് ആൻഡ് പോയിറ്റ് വാണ്ടഡ് ചേഞ്ച് ആൻഡ് ജസ്റ്റിസ്. പോയറ്റ്സിന് എന്തായിരുന്നു ഈ ടൈമിൽ വേണ്ടിയിരുന്നത്? ജസ്റ്റിസ് വേണം, അതിനും വേണ്ടി മാറ്റങ്ങൾ വേണം. ഇൻ പ്ലേസ് ലൈക്ക് സോവിയറ്റ് റഷ്യ ദിസ് ഹോപ്പ് വാസ് വെരി സ്ട്രോങ്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് സോവിയറ്റ് റഷ്യയാണ്. അവർ ഒരു വലിയ ശക്തമായ ഒരു പ്രതീക്ഷ തന്നെ ആ ഒരു പോയട്രി ടൈമിൽ തന്നിട്ടുണ്ടായിരുന്നു. ഫേമസ് പോയറ്റ് ലൈക്ക് W.H. ഹ്യൂഡൻ ആൻഡ് സ്റ്റീഫൻ സ്പെൻഡർ വോട്ട് പോയം അബൌട്ട് പ്രൊട്ടസ്റ്റ് ആൻഡ് ചേഞ്ച്. ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനും അതിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടും W.H. ഹ്യൂഡൻ ആൻഡ് സ്റ്റീഫൻ സ്പെൻഡറൊക്കെ ഒരുപാട് പോയംസ് എഴുതിയിട്ടുണ്ടായിരുന്നു. പോയട്രി
ടുവാർഡ്സ് ന്യൂ ഐഡിയാസ് ആൻഡ് ഫ്രീഡം. പോയട്രി കുറച്ചുകൂടെ ഫ്രീഡത്തിനും ഐഡിയാസിനൊക്കെ വേണ്ടിയിട്ടൊരു പുതിയ വഴിത്തിരിവായി മാറി. Other poets like Bertolt Brecht from Germany and Pablo Neruda from Chile also wrote about the justice and freedom. ഇവരും എന്തിനു വേണ്ടിയിട്ട് ഫ്രീഡത്തിനും ജസ്റ്റിസിനും വേണ്ടിയിട്ട് അവരുടെ പെൻ യൂസ് ചെയ്തു ലൈക്ക് പോയട്രി. ആൻഡ് സിമിലർലി ടു വേ വാൾസ് വിറ്റ്മൻ ഡിഡ് ഏർലിയർ. വാൾസ് വിറ്റ്മൻ നേരത്തെ തന്നെ ഇതിനൊക്കെ എതിരെ ജസ്റ്റിസിനും ചേഞ്ചസിനും ഫ്രീഡത്തിനൊക്കെ വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ പ്രസൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഈ വാറിനും മാർക്കറ്റ് ഇഷ്യൂസൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് പോയിറ്റ്സിനൊക്കെ എന്താ വേണ്ടത്? ജസ്റ്റിസ് വേണം. പിന്നെ ലോകം ചെറുതായി പോയി, ടെക്നോളജീസിനും മണിക്കുമാണ് കൂടുതൽ സ്ഥാനം അല്ലേ. അതുപോലെ ആർട്സിന് ഇവിടെ ഇമ്പോർട്ടൻസ് വന്നു. ആർട്സ് മറ്റുള്ളവരുടെ ഫീലിങ്സും ലിവ്സൊക്കെ കണക്ട് ചെയ്യാൻ തുടങ്ങി. ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ സോവിയറ്റ് യൂണിയനിലത്തെ റഷ്യയാണ് ഏറ്റവും ഹോപ്പ് വാസ് വെരി സ്ട്രോങ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പറയാനുള്ളത്. ഇതിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കായിരുന്നു പോയട്രി ഇൻ അവർ ടൈം എന്നുള്ളത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെ ദേ ആർ സ്പെസിഫിക് വേ ഇൻ വിച്ച് പോയട്രി കെരീഡ് ഇൻഫ്ലുവൻസ് ഓഫ് ലൈഫ് ഇൻ 18th century. 18th centuryയിൽ എങ്ങനെയാണ് പോയട്രിയുടെ മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് അതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓഗസ്റ്റ്യൻ ഏജിൽ എന്തായിരുന്നു, 18th centuryയിലാണ് ഓഗസ്റ്റ്യൻ ഏജ് വന്നത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഓഗസ്റ്റ്യൻ ഏജ് മുതലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് ആൻഡ് പോയട്രി കരിയർ ഇൻഫ്ലുവൻസ് ഒക്കെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു ഡിക്ലൈൻ ആയ ശേഷം 18th century ഓഗസ്റ്റ്യൻ ഏജ് മുതലാണ് നമ്മുടെ പോയട്രിയുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായത് എന്ന്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് വാട്ട് വാസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫീച്ചർ ഓഫ് റൊമാൻറ്റിക് പോയട്രി. റൊമാൻറ്റിക് പോയട്രിയുടെ ഫീച്ചേഴ്സ് നമ്മളവിടെ കുറേ ഫീച്ചേഴ്സ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ നോട്ട് ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക, ആലോചിക്കുക, പഠിക്കുക. അത് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുക, എഴുതാൻ പഠിക്കുക. വാട്ട് ഡിഡ് മോഡേണിസം കം ടു മീൻ ടു 20th century എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ഓഫ് T.S. Eliot. ഇതും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. T.S. Eliot എങ്ങനെയാണ് 20th centuryയിൽ മോഡേണിസത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് നടത്തിയ ആളാണ് ഈ 20th centuryയിൽ. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നമ്മൾ നന്നായി കേട്ടിട്ട് അത് നമുക്ക് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് നമ്മുടെ വേർഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ താങ്ക് യു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഈസിയാണ്, മനസ്സിലാക്കുക. ആൻഡ് ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ ഹിസ്റ്ററി, ആ ഒരു പീരീഡ്സ്, ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, റിനൈസൻസ് പീരീഡ്, അതിൽ വരുന്ന നിയോ ക്ലാസിക്കൽ പീരീഡ്, ഇതൊക്കെ വിക്ടോറിയൻ ഏജും നമ്മൾ ഈ പറഞ്ഞതൊക്കെ നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക. കാരണം ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ബിഗിനിങ് ആണ്. ഇനി നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകുമ്പോഴും ആ ഏജസ് ഒക്കെ എവിടെയാണ് വരിക എന്നുള്ളൊരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ താങ്ക് യു.